Hello friends, welcome back to Kuttusir Kuttusir and and Dakini Dakini Vlogs. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ, ഇപ്പോൾ നിങ്ങൾ ജർമ്മനിയിലെ റെസിഡന്റ് ആണ്, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്പൗസിനെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ്. ആദ്യമായി ഇത് രണ്ട് കാറ്റഗറിയാണ് മെയിൻലി ഉണ്ടാവുക. ഒന്ന് നിങ്ങൾ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് പേഴ്സൺ ആണെങ്കിൽ. ഇതിന്റെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് റെസിഡന്റ് ആയിരിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ പ്രോസസ് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇവിടുത്തെ റെസിഡന്റ് ആയിരിക്കുമ്പോൾ നമ്മളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട്, അതായത് ലിവിങ് സ്പേസിന്റെ കോൺട്രാക്ട്. നിങ്ങളുടെ സ്പൗസിനും നിങ്ങൾക്കും കൂടെ ജീവിക്കാനുള്ള ലിവിങ് സ്പേസ് നിങ്ങൾ എടുത്തേക്കുന്ന അപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആണോ എന്ന് കാണിക്കുന്ന കോൺട്രാക്ട്. രണ്ട് പേരാണ്, അതായത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് നിങ്ങൾ ഇവിടെ താമസിക്കാൻ പോകുന്നുണ്ടെങ്കിൽ 24 മീറ്റർ സ്ക്വയർ റൂം അല്ലെങ്കിൽ ലിവിങ് സ്പേസ് നിങ്ങൾക്ക് വേണം. പെർ പേഴ്സൺ 12 മീറ്റർ സ്ക്വയർ ആണ് ലിവിങ് സ്പേസ് നമുക്ക് വേണ്ടത്. അടുത്തതായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആണ്. നമ്മുടെ സ്പൗസിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ലെറ്റർ ഈ ഡോക്യുമെന്റ്സിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മളൊരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് നമ്മുടെ ലിവിങ് എക്സ്പെൻസ്, നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു കോൺട്രാക്ട് കാണിക്കണം. അത് നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പം നിങ്ങൾ ലോങ് റണ്ണിൽ ഇവിടെ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങളുടെ ഒരു പെർമനന്റോ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം ജോബിന്റെ ഒരു ഫുൾ ടൈം ജോബിന്റെ കോൺട്രാക്ട് നിങ്ങളുടെ ലൈഫ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺട്രാക്ട് നിങ്ങൾ ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി സ്പൗസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് മിനിമം A1 ലെവൽ ജർമ്മൻ പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന, അതിപ്പോൾ നമ്മുടെ സ്പൗസ് ആണെങ്കിലും നമുക്ക് കിഡ്സ് ഉണ്ടെങ്കിലും അവരുടെ പേരിൽ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് തുടങ്ങാന്നുള്ളതാണ്. അതേപോലെ തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇന്നത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് 11,904 യൂറോസ് നമ്മൾ സ്പൗസിന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന്റെ തന്നെ നേർപകുതി, അതിന്റെ ഹാഫ് നമ്മൾ ഇപ്പോൾ നമുക്കൊരു കിഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഇതിന്റെ ഹാഫ് നമ്മൾ അവരുടെ ഡെപ്പോസിറ്റ് ആയിട്ട് ഇടണം. ഈ എമൗണ്ട് നമ്മുടെ ജർമ്മൻ കോൺസുലേറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ എപ്പോഴും ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ പോയി വെരിഫൈ ചെയ്തിട്ട് വേണം ബ്ലോക്ക്ഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. നമുക്കിനി അടുത്ത വേണ്ടത് ഒരു ഇൻഷുറൻസ് ആണ്. നമ്മുടെ സ്പൗസിൻ്റെയോ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റിന്റെ പേരിലുള്ള ഇൻഷുറൻസ്. ഇത് നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇൻഷുററിൽ തന്നെ നമുക്ക് ഫാമിലി ഇൻഷുറൻസ് എന്നുള്ള ക്രൈറ്റീരിയയിൽ അവരെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഫോംസ് എല്ലാം നമ്മുടെ ഇൻഷുററിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലോ അവർ നമുക്ക് അയച്ചു തരും. നമ്മൾ ഫില്ല് ചെയ്ത് അയച്ചാൽ അവർ നമ്മുടെ സ്പൗസിനെയോ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റിനെയോ നമ്മുടെ ഫാമിലി ഇൻഷുറൻസിലോട്ട് അഡാപ്റ്റ് ചെയ്തോളും. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക് അടുത്തതായി വേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് ഫിൽഡ് വിസ ആപ്ലിക്കേഷൻ ഫോം. ഈ ഫിൽഡ് വിസ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്പൗസിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. ഇനി നമ്മുടെ ജർമ്മനിയിൽ റെസിഡന്റ് ആയിരിക്കുന്നവര് അവരുടെ റെസിഡൻസ് പെർമിറ്റിന്റെ കോപ്പി, പാസ്പോർട്ടിന്റെ കോപ്പിയും കൊടുക്കണം. ഈ പാസ്പോർട്ടിന്റെ കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്, അതായത് നമ്മുടെ ഇൻഫർമേഷൻ ഉള്ള പേജും ബാക്കിൽ നമ്മുടെ അഡ്രസ് ഉള്ള പേജുമാണ് നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന്റെ കൂടെ വേണ്ട അടുത്ത ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഫോം. അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആക്യുറേറ്റ് ആണെന്ന് നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യുന്ന സൈൻ ഡോക്യുമെന്റ് ആണ് ഡിക്ലറേഷൻ ഫോം. അതിൻ്റെ കൂടെ പ്രൂഫ് ഓഫ് റെസിഡൻസ്, നമ്മുടെ നാട്ടിലെ നമ്മുടെ റെസിഡൻസിന്റെ ഒരു പ്രൂഫ്, അത് നമ്മുടെ ആധാർ കാർഡ് ആവാം, ബാക്കി ഏതാണോ നെസസറി പ്രൂഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അത്. പ്ലസ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കവർ ലെറ്റർ ആണ് ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാനായിട്ട്. ആ കവർ ലെറ്ററിൽ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ജർമ്മനിയിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം, എത്ര നാളാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് കവർ ലെറ്റർ. ഇത് കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഈ ഡോക്യുമെന്റ്സ് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. ഈ മാരേജ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ അപ്പോസ്റ്റൽ ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ജർമ്മൻ എംബസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ജർമ്മൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതുകൂടെ അപ്പോസ്റ്റൽ ചെയ്ത് വാങ്ങിക്കാം. കാരണം അതൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ ഇതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക.
ഇത്രയുമാണ് ഒരു സ്റ്റുഡന്റ് സ്പൗസിനെ ജർമ്മനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്. ഇനി നമുക്ക് വർക്ക് പെർമിറ്റിലുള്ളവർക്കും ബ്ലൂ കാർഡിലുള്ളവർക്കും അവരുടെ ഡിപ്പെൻഡൻസിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ നിന്ന് വരുമെന്ന് നോക്കാം. ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം സെയിം ആണ്. നമ്മളൊരു ബ്ലൂ കാർഡിലോ വർക്ക് പെർമിറ്റിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണ്ട, പകരം നമ്മുടെ സാലറി സ്ലിപ്പ് കാണിച്ചാൽ മതി. നമുക്ക് സഫീഷ്യന്റ് ഇൻകം ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിപ്പെൻഡൻസിനെ ഇൻവൈറ്റ് ചെയ്യാം. അതേപോലെ ഇതിൽ വരുന്ന ഒരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റിലുള്ളവർ, അതായത് ബ്ലൂ കാർഡ് ഹോൾഡേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്പൗസും ഇതുപോലെ A1 സർട്ടിഫിക്കറ്റ് അക്യൂർ ചെയ്തിരിക്കണം. അതായത് ഇവർക്ക് A1 ലെവൽ ലാംഗ്വേജ് സ്കിൽ ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ബ്ലൂ കാർഡ് ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ A1 ലെവൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. ഇതാണ് നിങ്ങൾ നിങ്ങളുടെ സ്പൗസിനെ ജർമ്മനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ബേസിക് പ്രൊസീജിയർ. ഈ പ്രൊസീജിയറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കമന്റ് സെക്ഷൻ വഴി അറിയിക്കാം. നമുക്കാവുന്ന വിധം നമ്മളത് ക്ലാരിഫൈ ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം കുട്ടുസൻ ആൻഡ് ഡാക്കിനി.